നമസ്കാരം. ഫോട്ടോത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോട്ടോഗ്രാഫിയിലെയും ഫോട്ടോ എഡിറ്റിങ്ങിലെയും ഏറ്റവും പുതിയ ട്രെൻഡുകളെ പരിചയപ്പെടുത്തുന്ന ഫോട്ടോത്തിൻ്റെ പുതിയ വീഡിയോ സീരീസാണ് ഫോട്ടോ ട്രെൻഡ്സ്. ഫോട്ടോ ട്രെൻഡ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി ടെക്നിക്കാണ്, ടൈനി പ്ലാൻ. ഒരു സാറ്റലൈറ്റ് ഇമേജ് പോലെ തോന്നിപ്പിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് വളരെ രസകരമായിട്ട് സ്കൈയും അതുപോലെ തന്നെ നമ്മളെ ലാൻഡ്സ്കേപ്പും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മെർജ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡിറ്റിംഗ് ടെക്നിക്ക്. ഇതെങ്ങനെയാണ് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ടൈനി പ്ലാനറ്റ് ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ആവശ്യം. ഒന്ന്, വളരെ മനോഹരമായിട്ട് പകർത്തിയ ഒരു ലാൻഡ്സ്കേപ്പ് ഇമേജ്. രണ്ടാമത്തത് പ്ലാനറ്റിക്കൽ ആപ്പ്. പ്ലാനറ്റിക്കൽ ആപ്പിലാണ് നമ്മൾ ഈ മുഴുവൻ എഡിറ്റിംഗ് പ്രോസസ്സും ചെയ്യുന്നത്. ആദ്യം നമുക്ക് ചിത്രം പകർത്താം. ചിത്രം പകർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഈ ചിത്രം ഒരു പനോരമ മോഡിൽ വേണം പകർത്താൻ. നമ്മുടെ മൊബൈലിലൊക്കെ നമ്മുടെ നോർമൽ മോഡിൽ നിന്ന് മാറ്റി പനോരമ മോഡിലേക്ക് നമ്മൾ ആദ്യം ഷിഫ്റ്റ് ചെയ്യണം. ഒരു വലിയ ഫ്രെയിമിലുള്ള ഒരു ചിത്രം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഈ ചിത്രത്തിൽ വലിയ ബിൽഡിങ്ങുകൾ അതുപോലെ തന്നെ വലിയ മരങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിത്രം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ചിത്രം പകർത്തി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ എഡിറ്റിങ്ങിലോട്ട് കാണാം. നമ്മൾ ഈ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പ്ലാനറ്റിക്കൽ എന്ന പേരായിട്ടുള്ളൊരു ടൈനി പ്ലാനറ്റ് ആപ്പാണ്. ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടൈനി പ്ലാനറ്റ് ഇമേജ് പകർത്താം. അതിനാണ് നമുക്ക് ഈ ടേക്ക് ഫോട്ടോ ഓപ്ഷൻ. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എപ്പോഴും നല്ലൊരു പനോരമ ഇമേജ് പകർത്തിയിട്ട് എഡിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൂസ് എക്സിസ്റ്റിംഗ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗാലറിയിൽ നിന്ന് നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു ഇമേജ് ചൂസ് ചെയ്യാം. ഇന്നത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ക്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഇമേജിൽ ഏതൊക്കെ പോർഷൻ വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ലൊരു പനോരമ ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഫുൾ വേർഷൻ യൂസ് ചെയ്യുകയാണ്. അത് ഞാൻ ക്രോപ്പ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഈ ഒരൊറ്റ ക്ലിക്ക് തന്നെ നമുക്ക് ടൈനി പ്ലാനറ്റ് ഇമേജ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ബേസിക് ആയിട്ടുള്ള ചില എഡിറ്റിങ്ങുകൾ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ സൂം ചെയ്തിട്ട് നമുക്ക് ആ ഇമേജിനെ കുറച്ചുകൂടെ വലുതാക്കാം. ഇപ്പോൾ ചിത്രത്തിലുള്ള ആംഗിൾ നമുക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു പൊസിഷനിൽ ഇതിനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്കൈ ലൈൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. നോർമലി നമ്മൾ ഇമേജ് എഡിറ്റ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെയായിരിക്കും നമുക്ക് സ്കൈ ലൈൻ വരുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ നമുക്കിവിടെ ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ എഡ്ജസ്റ്റിലുള്ള ബ്ലറാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിന് ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു വേർഷൻ കൂടെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രം ടോപ്പ് കൊടുക്കാം. നമുക്ക് ഇത്തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് ലീനിയറിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെ ടൈനി പ്ലാനറ്റ് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞു. നമുക്കിവിടെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ദെൻ നമുക്ക് ഇവിടുന്ന് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കോ കമൻറ്റോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു എഡിറ്റിംഗ് ടെക്നിക്കുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സീ യു ഗൈസ്, ബൈ.